ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്നാലും ഞങ്ങൾക്കിവിടെ നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ സമ്മർ തുടങ്ങിയതിൻ്റെ ഒരു ആഘോഷത്തിന് ഞങ്ങൾ ഇന്ന് പിക്നിക്കിന് പോകാമെന്ന് വിചാരിച്ച് രാവിലെ പൊതിച്ചോറുണ്ടാക്കുവാണ്. ചൂട് ചോറിൽ മുട്ട പൊരിച്ചതും ചമ്മന്തിയും പിന്നെന്താണ് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മത്തി വറുത്തത് നാരങ്ങ അച്ചാർ എല്ലാം കൂടെ ചൂടോടെ വാഴയിലക്കകത്ത് ഇങ്ങോട്ട് പൊതിയാണ്. വാഴയില എവിടുന്ന? ജർമ്മനിയിലല്ലേ. ഞങ്ങൾക്കിവിടെ ഇന്ത്യൻ ഷോപ്പിൽ വാഴയിലയൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ച വാഴയിലകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇന്ന് പോകുന്ന പിക്നിക്കിൽ വിചാരിച്ചു എല്ലാ ഫാമിലീസും പോട്ട്ലൊക്കെ ആയിട്ട് അവരവരുടെ വീട്ടിൽ നിന്ന് ഓരോ പൊതിച്ചോറ് പാക്ക് ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാമെന്ന്. ഇത് ഞങ്ങളുടെ പൊതിച്ചോറാണ്. ഞങ്ങളുടെ പൊതിച്ചോറിലുണ്ടായിരുന്ന സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ വീഡിയോയിൽ കൂടൂ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. പൊതിച്ചോറ് റെഡി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ അങ്ങനെ ഇന്നൊരു ഫാമിലി പിക്നിക്കിനായിട്ട് ഇറങ്ങിയതാട്ടോ. ഫാമിലീസ് എല്ലാം മലയാളി ഫാമിലീസ്, ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങൾ ഒരു സ്മോൾ പിക്നിക്കിന് ഇവിടെ ഒരു അടുത്തൊരു ലേക്ക് മാതിരി ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. വീട്ടിൽ നിന്ന് ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ പാക്കൊക്കെ ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ പോണ ഗൈസ്. രതിക ആൻഡ് ഫാമിലി ഉണ്ട്, രജീഷും ബിനീഷയും വരുന്നുണ്ട്. ജീനും ഒക്കെ നാട്ടിലാണ്, അവർ 2 ആഴ്ചത്തേക്ക് കേരളയിൽ പോയിക്കുക. അപ്പോൾ അവരവിടെ ഇല്ല. സുചേച്ചി രാജേശ്വരനൊക്കെ ആംസ്റ്റർഡാമിൽ പോയിക്കാണ് കറങ്ങാൻ. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് പോവാണ്. സെയ്തു ബുഡാപെസ്റ്റിൽ പോയിക്കും. അപ്പം ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ആനന്ദാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പോവാണ് ഗൈസ്, പിക്നിക്കിന് പോവാണ്. ഞങ്ങൾ ഗൈസ് നടന്ന് ക്ഷീണിച്ചു. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു പാർക്കിംഗ്, നമ്മളെ പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടുന്നില്ല. ഓക്കെ, കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് ഒരു അംബ്രേല ഒക്കെ കൊണ്ടുവരണമായിരുന്നല്ലേ രതിക? നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ. ഞാൻ ഫുൾ ഇന്ത്യൻ സ്റ്റൈലിലാണ് ഗൈസ്. ഇവിടെ ഓരോരുത്തർ തുണിയൊന്നും ഇല്ലാണ്ട് നടന്നത്, നമ്മൾ ഫുൾ തുണി കവറൊക്കെ. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ്, ഒരു ഹായ് പറയൂ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഡൺ. കേശു, ആദി ഹായ് പറയാം. ഹായ് കിച്ചു, ഹായ് പറയടാ. ഹായ് 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 ഹായ്. ഹോലാ ഹോലാ. സായിപ്പന്മാര് വരുന്നുണ്ട്. ഒരു സായിപ്പ് തലയിൽ. അയ്യോ, രജീഷിനെ നോക്കൂ, മീശോ ഒക്കെ എടുത്ത് പുതിയ സ്റ്റൈലില് വരുന്നു. ചമ്മടുകാരൻ മാതിരി തലയിലൊക്കെ വെച്ചോണ്ട് വരുന്നു. ഹായ് ഹായ്, വെൽക്കം ടു നൈസ് ടു മീറ്റ് യു. ആരാ ഇത്? ആരാ? അങ്ങനെ ഞങ്ങളുടെ പിക്നിക് തുടങ്ങി ഗൈസ്. എല്ലാരും അവരോട് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ഇത് ഫുൾ കാണിക്കണം കേട്ടോ. തുറക്കുന്നു. സത്യരാജ്, ഇതിന്റെ പുറകിൽ 2 ചെറിയ അതൊന്ന് തുറന്നു നോക്കിയോ. തുറന്നോളൂ. സ്പെഷ്യൽ.
സായിപ്പ് താഴെ ഇരുന്നിട്ട് ഇല കഴി ഇലയുടെ ചോറുണ്ടപ്പോ സായിപ്പ് താഴെ ഇരുന്നിട്ടല്ലോ ദേ മാങ്ങ ഗൈസ് ഇങ്ങനെ തനിയെ വരൂ എൻഡിങ് വിത്ത് ഗാജർ കാ ഹൽവ ഗൈസ് സ്ട്രഗ്ലിംഗ് ടു ഫിനിഷ് മൈ ഇല സീ ഓൾമോസ്റ്റ് ക്ലീൻ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം പറയൂ ഫണ്ടാസ്റ്റിക് ഫണ്ടാസ്റ്റിഷ് ജർമ്മനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടാസ്റ്റിഷ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഹൽവയും കൊള്ളാം കേട്ടോ. ഹൽവ ഉണ്ടാക്കിയത് ആനന്ദാണേ. ക്യാരറ്റ് ഹൽവ അലുവയാണ് ഇത് ഇതാക്കി ഷോ സ്റ്റോപ്പർ ഇരിക്കുന്നതൊക്കെ കണ്ടോ ഭയങ്കര സീന് നോക്കിക്കൊണ്ടിരിക്കുക. ഓ മൈ ഇതെന്താണ് 360 ഡിഗ്രിയാ? നിങ്ങളെ സിനിമയിൽ എടുക്കും. ഹലോ എന്തോ തരികിട ഉണ്ട്, പുഞ്ചിരിക്കണു. എന്താണ് ആരുടെയോ ഫോട്ടോ എടുത്തിട്ടുണ്ട് വൃത്തിയിട്ട് ആള്. നോക്ക് എന്നെ കാണിക്ക്. ഡേറ്റ പ്രൈവസി. നമുക്ക് ചീട്ട് കളിക്കാം. അങ്ങനെ ഞങ്ങൾ ചീട്ടൊക്കെ കളിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്ന് ഗോസിപ്പൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നാണ് കുട്ടികളുടെ കൂടെ ഞങ്ങൾ ലേക്ക് സൈഡിലെത്തിയത്. ലേക്ക് സൈഡിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ലേക്ക് അത്ര ക്ലീൻ അല്ല, കുറേ പായലുകളൊക്കെ ഉണ്ട്. പിന്നെ ജർമ്മൻസ് ആണെങ്കിൽ ഫുള്ള് വെള്ളത്തിനകത്ത് ഓൾറെഡി ഇറങ്ങി. ഞങ്ങൾ കുട്ടികളെ അത്ര എൻകറേജ് ചെയ്തില്ല കേട്ടോ. അവർ സ്വിം സൂട്ടൊക്കെ കൊണ്ടാണ് വന്നത്. എന്തായാലും ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പായിട്ടോ. പാക്കിംഗ് ഒക്കെ ചെയ്ത് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മാറ്റും പിക്നിക് സാധനങ്ങളും എല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് എടുത്തോട്ട് നടന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഫാമിലിയുടെ കൂടെ കുട്ടികളുടെ കൂടെയും ഒരു പിക്നിക്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പിക്നിക്കിന് എല്ലാവരും പോകാറുണ്ടല്ലേ. ഇവിടുത്തെ പിക്നിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആ കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു വീക്കെൻഡ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കിട്ടും കേട്ടോ. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെന്താണ്, പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.